മീൻ വലയിട്ട് പിടിച്ച ശേഷം ഞങ്ങള് പോയത് നേരെ അടുത്തുള്ള ഒരു കുഞ്ഞരുവിയുടെ അടുത്തോട്ടാണ്. അവിടെ ഇരുന്ന് പാചകം ചെയ്ത് കഴിക്കാന്നുള്ളതിലാണ് പോയത്. അപ്പോഴേക്കും അവിടെ എന്താ പറയാ, ചെന്ന് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി. നല്ല ഒഴുക്കുള്ള ഒരു ചെറിയ തോടെന്നോ അല്ലെങ്കിൽ അരുവിയെന്നോ ഒക്കെ പറയാം. നല്ല ഒരു ആംബിയൻസ് ആണ്, ആരുടെയും ശല്യമില്ല. കുറച്ച് നല്ല ഉള്ളിലോട്ടാണ്, നല്ല ഉൾപ്രദേശത്തോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല വെള്ളമാണെങ്കിലോ എന്താ തണുപ്പ്. അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് മീന് വൃത്തിയാക്കാനും, അതുപോലെ തന്നെ ഞങ്ങളൊരു പാത്രം എടുത്ത് വേസ്റ്റ് എല്ലാം, മീനിന്റെ വേസ്റ്റ് എല്ലാം അതിലോട്ടിട്ട്, കാരണം നമ്മള് വേസ്റ്റ് ഒന്നും വെള്ളത്തിലിടാനോ അങ്ങനെയൊന്നും പാടില്ല. നന്നായിട്ട് അത് മീൻ കഴുകാനുള്ള വെള്ളം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ടൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കി. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കാന്താരി മുളകും പച്ചക്കുരുമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്തിട്ട്, അതും നല്ല കുരുമുളക് പൊടിയും ഉണ്ടായിരുന്നു, കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടി വെളിച്ചെണ്ണയും കൂട്ടി കുഴച്ചെടുത്ത നല്ല മസാലയിലാണ് ഞങ്ങള് മീൻ വറക്കാനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മീൻ വറക്കാനാണെങ്കിൽ നല്ല തനി ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല പൊളിയായിരുന്നു കേട്ടോ, അടിപൊളി വൈബും ആ വെള്ളത്തിന്റെ കളകള ഒച്ചയും അതുപോലെ തന്നെ ആ മീനൊക്കെ വറുത്തെടുത്തു. ആഹാ, അപ്പോഴേക്കൊരു മണം പരന്നു അവിടെ ആകെ. ഞങ്ങൾ പറഞ്ഞു മീന് വറക്കുന്ന മണം കേട്ട് അടുത്തുള്ള ആളുകളൊക്കെ വരുന്നു, പക്ഷെ അടുത്തൊന്നും ആരുമില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ള പ്ലേസ്. അതുപോലെ തന്നെ ഞങ്ങള് മീനെ പിടിക്കാനായിട്ട് പോയിട്ടുള്ള അവിടുത്തെ വീട്ടിൽ നിന്ന് തന്ന നല്ല വാട്ടുകപ്പ, അടിപൊളി നല്ല വാട്ടുകപ്പയും ഈ മീനും കൂടി ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒരു പിടി പിടിച്ചു. എന്റെ പൊന്നേ, ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാരം, അസാധ്യ സ്വാദ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു എല്ലാവർക്കും. എല്ലാരും നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ആഘോഷിച്ച ദിവസം. കണ്ടല്ലോ, എല്ലാം കാലിയാക്കി.